ഞാന് പബ്ജി ഇൻസ്റ്റാൾ ചെയ്യും. ഐ മീൻ അച്ഛൻ കൂളോടാൻ പറയുന്നുണ്ട്. അച്ഛൻ ഇതാവുന്നുണ്ടേ, അച്ഛൻ റേസ് ആവുന്നുണ്ട്. അച്ഛൻ കലിപ്പ് അതാ ഡബ്ല്യു അച്ഛൻ അച്ഛായ കൂളാവെന്ന് പറയുന്ന പോല്ല. അവൻ വെറുതെ തമാശാക്കുന്നല്ലോ, ചൂടാക്കാൻ പറയുന്നത്. നീ ചൂടാകുന്നോണ്ടല്ലേ പിന്നെയും പറയുന്നത്. നീ ഒന്നും പറയില്ല. അച്ഛൻ പോട്ട് കണ്ടല്ല മൊത്തം അച്ഛൻ അല്ല, അത് നല്ല സാമ്യത സാമ്യതയുണ്ട്. എടാ BGM കേറണോ ചാറ്റ്? എടാ നോമ്പ് തുടങ്ങുന്ന സമയമായി. അത്തായം കഴിക്കണം. ടൈം ഉണ്ടോ? 1 മണിക്കൂറുണ്ട്. നീ എത്ര മണിക്കൂർ ഇട്ടപ്പോ? എനിക്കറിയില്ല. 4 മണിക്കൂർ ഞാൻ ലൈവ് ചെയ്തോ? ഷിറ്റ് ബ്രോ. എടാ പോട്ടെ, BGM കളിക്കണോ? അയ്യോ 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 അയ്യോ. എടാ കൃത്യം സുബി വാങ്ങ്. കൃത്യം എത്ര മണിക്കാ? 5:29. 29 അതോ 5:30? 29 5:30 ഉറപ്പാ. നോക്കട്ടെ, നമുക്കിടുന്ന് ബാഗ് കേൾക്കൂല, അതാ പ്രശ്നം. ഏകദേശം ഇതാക്കിട്ട് 5:28, 29, 33. അല്ല, ഓരോ സ്ഥലത്താ പറയുന്നത്. കൊച്ചിയിലെ പറ. കൊച്ചിയിലെ വരാപ്പുഴ. 1 മിനിറ്റ്. 5:30 കൂട്ട്. അല്ല 5:20 കൂട്ട്. റിസ്ക് എടുക്കണ്ട. 5:30. ഓക്കെ, 5:30 വരെ ടൈം ഉണ്ട്. അപ്പം 3:30 ആയിട്ടുള്ളൂ. 2 മണിക്കൂറുണ്ട്. പക്ഷെ ഫുഡ് കഴിക്കണോടാ. 1 മണിക്കൂറെങ്കിലും ഫുഡ് കഴിക്കാൻ വേണോ? നീ എന്താ പറയുന്നത്? ഫുഡ് കഴിക്കാൻ ടൈം വേണോ? അച്ഛന് ഫുഡ് കൊടുക്കുന്ന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളെ വീട്ടിൽ പോയി കൊടുക്കണം. അച്ഛന് പള്ളി പോണ ഇങ്ങനെയൊന്നും പോരാ. ചെറിയ സീനാണോ ഇവർക്ക്? എന്തെല്ലാം ഇവര് പറയാറിയോ? ഓരോ ടൈം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ച വെളുത്തുള്ളി ചേർത്ത് പച്ചമുളക് ഇഞ്ചിയും ചേർത്ത് മസാല പൊടികൾ ഇടുക, തയ്യാറാക്കുക. എന്ത് തയ്യാറാക്കുക? ശേഷം വേവിച്ച ബീഫ് അതിലേക്ക് ഇടുക. എന്തെങ്കിലും അച്ചായൻ റെസിപ്പി അങ്ങനെ മുമ്പല്ലേ? കണ്ണൂർ കിങ്ങല്ലോ എവിടെയാ? കണ്ണൂർ കിങ്ങല്ലോ ഉറങ്ങിയിട്ടുണ്ടോ? ഒരു കഷ്ണം പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ. അച്ചായൻ സോളോ എന്ന് പറയുന്ന അച്ചായ ലവ് യു. ഓക്കെ ഗൈസ്, അപ്പൊ BGM വേണോ? പിന്നെ പോരെ, 4 മണിക്കൂറായി. BGM കളിക്കണോ? എന്താ അഭിപ്രായം നിന്റെ? അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതിനുള്ള പ്രായമുണ്ട്. അതിനുള്ള പ്രായം നിന്റെ തന്തയ്ക്ക് പോലും. നമുക്ക് ചാറ്റ് വായിക്കാം. ചാറ്റ് വായിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല. നിങ്ങൾ ചാറ്റ് വായിച്ചോ. അല്ലാ, വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പേടാ. BGM വേണ്ട. ഒരു അതെ, പോയി ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങട്ടെ. നാളെ വരാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. ഗുഡ് നൈറ്റ് എവരിബഡി. ഗൈസ് ബൈ. എടാ നോർമൽ സ്ട്രീമിൻ്റെ കാര്യം എനിക്ക് സംശയമാണ് കേട്ടോ. എനിക്ക്
കാരണം നമ്മൾ നോർമൽ സ്ട്രീമിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കി. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ ഈ മങ്കിയും ഈ സ്പിൻ വേലും ഈ തുള്ളലും ചട്ടി പരിപാടിയും തെറി വിളിയും ഇതെല്ലാം തന്നെയാണ്. മനസ്സിലായത്? നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അതെ 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 അതെ. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നോമ്പ് നോക്കുന്നതാണ് ഒന്നാമത്തെ മെയിൻ പ്രശ്നം. നോമ്പ് നോക്കുന്നത് തന്നെയാണ്, മനസ്സിലാവും? നോമ്പ് നോക്കുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് അർത്ഥമില്ല ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഇവൻ പറഞ്ഞു തന്നെയാണ്, ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലാവും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മാസോടാ 11 മാസം തൊപ്പിയാണെങ്കിലും ഒരു മാസം അല്ല എന്തോ പറയല്ലേ 11 മാസം കുപ്പിയോ 1 മാസം തൊപ്പിയോ അങ്ങനെല്ലാം പറയും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് പറയുകയാണെങ്കിൽ പോലും നല്ലതല്ലോ. 1 മാസം ഇതാക്കുന്നത് നല്ലതല്ലേ അല്ലേ? ചാറ്റ് ഗെയിമിങ് സ്ട്രീമാണ്, അതായിരിക്കും നല്ലത്, മനസ്സിലാവും? നോക്കട്ടെ, ഞാൻ നോർമൽ സ്ട്രീമിന് അല്ലെങ്കിൽ പിന്നെ അത്രയും ഹലാലായിട്ടുള്ള ഗസ്റ്റിനേറ്റം കിട്ടണം. അതായത് നിന്റെ കയ്യിലാണ്. നമ്മൾ നോർമൽ സ്ട്രീം പച്ച അവരാതെ ഇരിക്കും, മിക്കവാറും സ്പിൻ വീലും ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, മനസ്സിലാവും? അല്ലെങ്കിൽ ഒരു ഹലാൽ ഗസ്റ്റിനെല്ലാം കൊണ്ടുവന്നാൽ നമുക്ക് നോർമൽ സ്ട്രീം ചെയ്യാം. എനക്കറിയില്ല, നീ തീരുമാനിക്കാം, എനക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ മറ്റേ ഡാൻസേഴ്സ് ഗേൾസിനെ വരെ നമുക്ക് കയറ്റാൻ പറ്റിയില്ലല്ലോ. ഈ നോമ്പ് ഞാൻ നോമ്പ് പ്ലാൻ ചെയ്തില്ല. നമ്മളെ മൈൻഡില് ഈ സമയത്ത് നോമ്പ് വരുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല, മനസ്സിലായോ? നമ്മൾ നോമ്പല്ലാത്ത ലെവലിൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാൽ നമ്മൾ കുറേ വേറെന്തെല്ലോ കണ്ടന്റ് പ്ലാൻ ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് മങ്കിയിൽ ഇതാക്കാൻ വേണ്ടി ഗിറ്റാർ വരെ മേടിച്ചു വെച്ച് അല്ലേ? ഗിറ്റാറാണ് ഗിറ്റാർ മേടിച്ചു വെച്ച്. പിന്നെ ഒരു ഡാൻസർ സ്ക്വാഡ്, ഒരു ഗേൾസിന് ഡാൻസിങ് സ്ക്വാഡിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ മൻസൂർക്കെല്ലാമായിട്ട് നമ്മൾ ഇക്കമാറിലായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ഈ ഡാൻസും പാർട്ടിയും ഗേൾസും എല്ലാം ആയിട്ട് ഈ റമദാൻ മാസം ഇതാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം നോമ്പ് ചെയ്യുന്നവർ നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, നാളെ ബൈ, ലവ് യു, ബൈ ഗൈസ്, സീ യു. ഇഷികൊന്നും സ്പാമല്ല മുത്ത. ഇഷികനോട് നമുക്ക് ഒരു പ്രണയവും ഇല്ല, നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ. ഇഷിക 22 ആണ്. നാളെ അവള് വരുവാണെങ്കിൽ, എനക്ക് വന്നില്ല, വരുവാണെങ്കിൽ ഇപ്പോഴേ ഒരു മെസ്സേജിൽ അയക്കേണ്ടത്. വന്നോ ഇന്ന് 22? ഓൾ എനക്ക് വന്നത് മാറ്റി വെച്ചിട്ടുണ്ടാവും. വരുവാണെങ്കിൽ ഇപ്പോഴേ പറയേണ്ടതാ, അല്ലെങ്കിൽ ഒരു കോളെങ്കിലും ജനറൽ മെസ്സേജ് അയക്കണ്ട. മറട്ടില്ല വേണമെങ്കിൽ തന്നെ വേറെ എവിടെയും വരുന്നതായിക്കൂടാ, എന്തേലും ചെയ്യട്ടെ. എടാ ഞാൻ ആദ്യമേ ഞാൻ പറയാം, ഒരു പ്രണയമോ സംഭവമൊന്നും ഇല്ല, അതിന്നേ ഞാൻ പറയാലോ. ഓക്കെ എന്നാ, ബൈ, ഗുഡ് നൈറ്റ്. ഞാനിപ്പം റിക്വസ്റ്റ് ഇടാം പബ്ജിയില്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്യണം, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. എടാ പോടാ, നീ പ്ലെയർ ആണെങ്കിണ്ടല്ല ഞാൻ നിന്റെ തന്തയാടാ, തന്ത അല്ല പിന്നെ പ്ലെയറാ. ആരാ നീയല്ലോ? സൗണ്ട് ഇല്ലായിരുന്നടാ. ഇതെന്താ സൗണ്ട് ഇല്ലാത്ത?